പുറത്ത് നല്ല തോരാത്ത മഴയാണ്. വൈകുന്നേരം ആയപ്പം നല്ല ചൂട് ചായയും എന്തെങ്കിലും ഒരു പലഹാരവും കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ഇന്ന് മുട്ടയൊക്കെ ചേർത്തൊരു ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 3 സവോള എടുത്ത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അല്ലികളൊക്കെ ഇത് കൈവച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് തിരുമിയെടുക്കുക, ഒന്ന് ഞരടിയെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. സവോള ഒന്ന് സോഫ്റ്റ് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3-4 മുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് ഒന്നുകിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാവേ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സവോള ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനകത്തുള്ള ആ വെള്ളമെല്ലാം മാക്സിമം അങ്ങ് കളയുന്നതാണ് നല്ലത്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് 2-3 എണ്ണം, കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില, ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയും, പിന്നെ ഇതിനകത്ത് കുറച്ച് മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതായാലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർക്കാം. ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇടുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി നോക്കുക. കൂടുതൽ വേണമെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ സവോളയുടെ ഒരു ഈർപ്പമുണ്ടല്ലോ, അതിൽ തന്നെ ഇതെല്ലാം കൂടി നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കറക്റ്റ് 4 ടേബിൾ സ്പൂൺ മൈദ മാത്രമാണ് ഞാൻ ചേർത്തത്. നമുക്കിങ്ങനെ ഒരു ഉരുളയാക്കി ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന അത്രയും മാത്രം മൈദ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കി ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് മൈദയുടെ അളവ് ഒത്തിരി ആവാതിരിക്കുന്ന കേട്ടോ നല്ലത്. മാക്സിമം കുറച്ച് നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി മാത്രം അത്രയും മൈദ ചേർത്താൽ മതി. എന്നാലായിരിക്കും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക, ഉള്ളിയുടെയും മുട്ടയുടെയൊക്കെ ഒരു രുചി നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഉള്ളിവട റെഡിയായി. അടുത്ത നമുക്ക് ബൂസ്റ്റൊക്കെ ചേർത്ത് ഒരു അടിപൊളി ചായയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതേ 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ടു. നമ്മൾ സാധാരണ ചായക്ക് ഇടുന്ന അത്രയും പൊടി ഇതിനകത്ത് വേണ്ട, തേയില വേണ്ട, കാരണം ബൂസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു കപ്പിലോട്ട് ആവശ്യത്തിനുള്ള ബൂസ്റ്റ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര, ഇതിനൊന്നും കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഇനി അരിച്ചെടുത്ത ചായ ബൂസ്റ്റിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ ചായപ്പൊടി ഒന്നും ചേർക്കാതെ ബൂസ്റ്റ് മാത്രം ഇട്ടുണ്ടാക്കുമ്പോഴായാലും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെറുതെ ബൂസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നേക്കാളും സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബൂസ്റ്റ് ചായയും ഉള്ളിവടയും റെഡി. രണ്ടും അടിപൊളിയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.